അനന്തപുരിയിലെ തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഒപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോൾ ഈ മണിക്കൂറിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരികയാണ്. കൃഷി വകുപ്പ് ടി സിദ്ദിഖിനാണ്. സഹകരണ സാംസ്കാരിക വകുപ്പുകൾ പി.സി. വിഷ്ണുനാഥിനാണ്. ഗതാഗതം സി.പി. ജോൺ കൈകാര്യം ചെയ്യും. വനം വകുപ്പ് ഷിബു ബേബി ജോണിനാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് റോജി എം ജോണിന്റെ വകുപ്പാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അത് റോജി എം ജോൺ വഹിക്കും എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളുമായി വി അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് റോജി എം ജോണിലേക്ക് വരുന്നു എന്നത്. മറ്റ് വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളായിട്ടുണ്ടോ? ഇതൊരു നോട്ടിഫിക്കേഷനായി ഇറങ്ങും എന്നതായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത്. ആ നോട്ടിഫിക്കേഷനായി ഇത് പുറത്തു വന്നിട്ടുണ്ടോ? രേണുക, വകുപ്പുകൾ ഏറെക്കുറെ ഇന്നലെ തന്നെ ധാരണയായിരുന്നു. ചില വകുപ്പുകളിലാണ് തർക്കവും ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. കൃഷി വകുപ്പാണ് പ്രധാനം. കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വകുപ്പാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് കർഷകരുടെ വലിയൊരു പിന്തുണ ഇത്തവണ യു ഡി എഫിന് ലഭിച്ചിരുന്നു. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു. എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് കൃഷി വകുപ്പിനെ പാടെ അവഗണിച്ചു എന്ന വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. മലയോര മേഖലയിലെ കർഷകരുമൊക്കെ അന്നത്തെ സർക്കാരിനെതിരായ നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പ് കോൺഗ്രസ് ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പായി കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ, പുതുമുഖ മന്ത്രിയാണെങ്കിൽ പോലും മുതിർന്ന ഒരു നേതാവിനെ, കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് മുതിർന്ന ഒരു നേതാവിനെ തന്നെ ആ വകുപ്പ് ഏൽപ്പിക്കുകയാണ്. ടി സിദ്ദിഖ് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയാകും. അദ്ദേഹം കൽപ്പറ്റ മലയോര മേഖലയിൽ നിന്നുള്ള എം.എൽ.എ കൂടിയാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു വകുപ്പ് റോജി എം ജോൺ നൽകിയ ഉന്നത വിദ്യാഭ്യാസം തന്നെയാണ്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിക്കുന്നു. അതിന്റെ തുടർച്ച പുതിയ വലിയ പ്രഖ്യാപനങ്ങൾ, വലിയ സ്വപ്നങ്ങൾ മുഖ്യമന്ത്രിക്ക് അടക്കമുള്ള വകുപ്പാണത്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം പക്ഷേ മുഖ്യമന്ത്രി തന്നെ കൈവശം വയ്ക്കുമെന്ന സൂചനകൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് റോജി എം ജോണിന്, JNU അവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ റോജി എം ജോണിനാണ് ആ വകുപ്പ് നൽകുന്നത്. പി.സി. വിഷ്ണുനാഥ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. വിഷ്ണുവിന് രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒന്ന് സഹകരണവും മറ്റൊന്ന് സാംസ്കാരികവുമാണ്. സഹകരണം ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ച് CMPക്ക് നൽകിയിരുന്ന വകുപ്പാണ് സഹകരണം. ആ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. പി.സി. വിഷ്ണുനാഥ് സഹകരണ വകുപ്പ് മന്ത്രിയാകും. സാംസ്കാരികത്തിന് ചുമതലയും വിഷ്ണുനാഥിന് തന്നെയാകും. അതിന് സിനിമയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സാധാരണ സിനിമ സാംസ്കാരികമാണ് ഒരുമിച്ച് നൽകാറുള്ളത്. കഴിഞ്ഞ തവണ അതിൽ മാറ്റം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വനം വകുപ്പ് നേരത്തെ പറഞ്ഞ ഷിബു ബേബി ജോണിനാണ്. അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് സി.പി. ജോണിനുമാണ്. ഗതാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പായി ഇത്തവണ മാറാനുള്ള കാരണം KSRTC കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രത്യേകിച്ച് അവസാന 2 വർഷങ്ങളിൽ വലിയ മുന്നേറ്റം KSRTCക്ക് നടത്താനായി, ശമ്പള കുടിശ്ശികയൊന്നും ഇല്ലാതെ ജീവനക്കാരെ കൊണ്ടുപോകാനായി, മാത്രമല്ല ഇപ്പോൾ സൗജന്യ യാത്ര കൂടി ഇന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് KSRTC വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. C.P. ജോൺ പുതുമുഖ മന്ത്രിയാണ് അദ്ദേഹം. പക്ഷേ വളരെ പരിചയസമ്പന്നനായ നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ് C.P. ജോൺ. C.P. ജോണിന് ആ വകുപ്പ് നൽകുകയാണ്. ഇന്ന് അല്പസമയത്തിനകം ഈ വകുപ്പുകളുടെ പട്ടിക ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറും, മുഖ്യമന്ത്രി ഓഫീസ് കൈമാറും. അതിനുശേഷം അതൊരു ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങും. അങ്ങനെയാണ് അതിന്റെ ഒരു ഔദ്യോഗിക നടപടിക്രമം. എല്ലാ തവണയും അങ്ങനെ മാത്രമേ വകുപ്പുകളുടെ തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ. ഗവർണർക്ക് നൽകി ഗവർണർ അത് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പരസ്യപ്പെടുത്തുമ്പോഴാണ് അത് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളുടെ കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനവും ധാരണയും ഉണ്ടാവുക. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഗതാഗതം C.P. ജോണിനാണ്. സാംസ്കാരിക വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. സഹകരണ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന പ്രത്യേകത. ഒപ്പം കൃഷി വകുപ്പ് ടി സിദ്ദിഖിന് നൽകുന്നു. ഇതാണ് ഗവർണർക്ക് അല്പസമയത്തിനകം തന്നെ ഈ പട്ടിക കൈമാറും. അത് പിന്നീട് ഗസറ്റ് വിജ്ഞാപനമായി ഇറങ്ങും എന്നതാണ് വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സർക്കാർ അധികാരമേറ്റാൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വാഗ്ദാനങ്ങൾ പാലിക്കുമോ എന്നത്. പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാറില്ല എന്നത് വോട്ടർമാരെ നിരാശപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശൻ സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നതിന്റെ സന്ദേശങ്ങൾ നൽകുകയാണ്. സുപ്രധാന തീരുമാനങ്ങളാണ് ഇന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്.
UDFന്റെ 2 ഗ്യാരണ്ടികൾ ഉടൻ നടപ്പാക്കും എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കും എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വയോജന വകുപ്പ് രാജ്യത്താദ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി സമൂഹം പരിഷ്കൃതമാകണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണമെന്നും കൂട്ടിച്ചേർത്തു. വയോജന വകുപ്പിന് പിന്നിൽ സ്വപ്ന തുല്യമായ ലക്ഷ്യമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആദ്യ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഈ പ്രഖ്യാപനം വന്നത്. ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചതായും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ തീരുമാനമെടുക്കും എന്ന ഒരു വാക്ക് ആശാ വർക്കർമാർക്ക് സമരപ്പന്തലിലെത്തി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ നൽകിയിരുന്നു. ആ വാക്ക് പാലിക്കുന്നതായിരുന്നു ഇന്നത്തെ പ്രഖ്യാപനം. അംഗനവാടി വർക്കർമാർക്ക് 1000 രൂപ കൂട്ടി, പാചക തൊഴിലാളികൾക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കൂടുതൽ സഹായമുണ്ടാകും എന്നും മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം ഇറക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ജൂൺ 15 തീയതി മുതൽ നടപ്പാക്കും. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15 തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്നു. അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. പ്രായമായവരുടെ അല്ലേ, അവരോട് ഏറ്റവും മാന്യമായി, അവരെ കരുതലോടുകൂടി, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിൽ ഉണ്ടാകണം ധാരാളമായി. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം വാക്ക് പറയണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. നമുക്ക് ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപ ആവും. ഇപ്പോൾ അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാം. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോടൊരു 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോകില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണ് 1000 രൂപ കൂട്ടിയത്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.